Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 തരം മയണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലൊന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ്, മറ്റൊന്ന് എഗ് മയണൈസാണ്, മറ്റൊന്ന് വെജ് മയണൈസുമാണ്. അപ്പോൾ ഇത് 3 എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് എഗ് മയണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ് മയണൈസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് 2 മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കാം. മഞ്ഞ ചേർക്കേണ്ട കാര്യമില്ല, വെള്ളം മാത്രം ചേർക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർക്കുക. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് കിട്ടാനായിട്ട് 1-2 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ചേർക്കേണ്ട കാര്യമില്ല, ഒന്നെങ്കിൽ നാരങ്ങാ നീര് അല്ലെങ്കിൽ വിനാഗിരി. നാരങ്ങാ നീര് ചേർക്കുന്നതാണ് എഗ് മയണൈസിന് ഏറ്റവും ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആദ്യം അടിച്ചെടുക്കുക. അപ്പോൾ ആ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് അരഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒരിക്കലും മയണൈസിന് ചേർക്കരുത്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട്. 2 മുട്ടയുടെ വെള്ളയ്ക്ക് ഏകദേശം 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ വേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് അടിച്ച് അങ്ങനെ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് വേണം അടിക്കാനായിട്ട്. ഒറ്റയടിക്ക് മുഴുവനും കൂടി ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം മിക്സി അടച്ചിട്ട് പൾസിലടിക്കുക. അതായത് ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ മിക്സിയിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് നിർത്തി ഓരോ സെക്കൻഡ് വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് ഒന്ന് നിർത്തി അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ലെഫ്റ്റിലേക്ക് നിർത്തി അടിക്കുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് മിക്സ് ആയിട്ടുണ്ടാവും. ഇതേപോലെ കുറേശ്ശെ ആയിട്ട് ഓയിൽ ചേർത്ത് പൾസിൽ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല സ്റ്റിഫായി വരുന്നവരെ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നിർത്തി അടിച്ചിട്ടൊന്ന് തുറന്ന് നോക്കുക. 3-4 പ്രാവശ്യം അടിച്ചതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പം നമുക്കറിയാൻ പറ്റും ഇത് സ്റ്റിഫ് ആവുമ്പോഴേക്കും അടിക്കുമ്പോഴേക്കും അല്പം ടൈറ്റായി വരും. ഈ മയണൈസ് സ്റ്റിഫ് ആകും തോറും ഇത് ടൈറ്റായി വരും അടിക്കാൻ നേരത്ത്. അപ്പോൾ അത് കറക്റ്റ് ടൈറ്റ് ആകുന്ന സമയത്ത് പിന്നെ കൂടുതൽ അടിക്കരുത്. അപ്പോൾ വീണ്ടും ലൂസായി പോവും. അപ്പോൾ ഇതുപോലെ 3-4 ട്രിപ്പ് പൾസിൽ അടിച്ചിട്ട് തുറന്ന് നോക്കുക. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിനുള്ള മയണൈസ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉപ്പൊക്കെ പോരാതുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ് മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം കാഷ്യൂനട്ട്, വറുക്കാത്ത ഫ്രൈ ചെയ്യാത്ത കാഷ്യൂനട്ടാണ്, പച്ച കാഷ്യൂനട്ട്. അത് ഞാൻ ഒരു 15 മിനിറ്റ് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് കുതിർന്നു വരും. അപ്പോൾ നമുക്കത് ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ കുറേശ്ശെ നമുക്ക് പുറകെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നേരത്തെ പോലെ തന്നെ 2-3 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഫ്ലേവറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ, വെളുത്തുള്ളി വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യേണ്ട, കുരുമുളക് വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യേണ്ട. അപ്പോൾ അത് വേണ്ടതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ മധുരം ഉണ്ടാവും കാഷ്യൂനട്ട് ആയതുകൊണ്ട്. അപ്പം ഞാനൊരല്പം കൂടുതൽ കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണിനടുത്ത്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം വിനെഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനെഗർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാ നീര് ചേർക്കാം, കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
വളരെ കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ വെള്ളം എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ആദ്യം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കാരണം ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് അതാണ് നല്ലത്. കൂടുതൽ വെള്ളം ചേർത്ത് ആദ്യം അടിച്ചാലും നമ്മുടെ കാഷ്യൂനട്ട് നന്നായിട്ട് ചിലപ്പോൾ അരഞ്ഞ് കിട്ടില്ല. ഇപ്പം കുറച്ചൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ലൂസ് വേണം എന്നനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ലൂസായിട്ടുള്ള മയോണൈസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം, കുഴപ്പമില്ല. അതിന് കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന കാഷ്യൂനട്ടിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതങ്ങനെ പൾസിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നേരെ അരച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ അരച്ചെടുക്കുക. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ കുറച്ച് ചേർക്കുക. നല്ല ടേസ്റ്റാണ് കാഷ്യൂനട്ടിൻ്റെ മയോണൈസ് കഴിക്കാനായിട്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. നമുക്കങ്ങനെ എണ്ണയൊന്നും ഒട്ടും ചേർക്കാതാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊന്നും ചേർക്കാത്ത നല്ല വെജ് മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ അല്പം വെള്ളം ഒഴിച്ച് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ പീസായിട്ട് നമ്മൾ ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ പോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരല്പം പഞ്ചസാര ചേർക്കുക. മയോണൈസിനൊക്കെ എപ്പോഴും ഉപ്പിൻ്റെ കൂടെ തന്നെ ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നേരത്തെ പോലെ തന്നെ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനെഗർ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നമ്മൾ എഗ് മയോണൈസിനാകുമ്പോൾ വിനെഗർ 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇത് കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും പൊട്ടറ്റോയ്ക്കും കാഷ്യൂനട്ടിനും, കാരണം അതിന് അധികം പുളി വരില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പുളി മുന്നിട്ട് നിന്നാലാണ് ടേസ്റ്റ് കൂടുതൽ വരിക. അപ്പോൾ ആവശ്യത്തിന് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓയിലൊക്കെ നമ്മുടെ പൊട്ടറ്റോയുടെ അളവിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പം നിങ്ങൾ എടുക്കുന്നത് കൂടുതൽ പൊട്ടറ്റോ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓയിലും ഒക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം അളവ് കൂട്ടണം, എന്നാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒത്തിരി നേരം അടിക്കരുത്, കാരണം ഇത് നല്ല തിക്കായിരിക്കും. അപ്പോൾ അധികം നേരം അടിച്ചാൽ ഇത് ടൈറ്റ് ആവും മിക്സി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് അരഞ്ഞു വരുന്നവരെ അടിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് തന്നെയാണ് ഞാൻ പാൽ എടുത്തിരിക്കുന്നത്. അത് തണുത്ത പാലോ തിളപ്പിച്ചാറിയ പാലോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്ത പാലാണെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് കുറേശ്ശെ പാല് ചേർത്ത് നമുക്ക് എത്രത്തോളം ലൂസ് വേണമെന്നനുസരിച്ച് പാല് ചേർത്ത് അടിച്ചെടുക്കാം. ഞാനൊരു 1/2 കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അത് 1-2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് ലൂസായി പോകും. അപ്പോൾ എത്രത്തോളം ലൂസ് ആവണം എന്നനുസരിച്ചിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇതൊന്ന് പൾസിലും കൂടിയിട്ട് അടിച്ചാൽ നന്നായിരിക്കും, പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്തെങ്കിലും ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്, 1/4 കപ്പോളം ഓയിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കാഷ്യൂനട്ടിൻ്റെ അത്രയും ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വെറൈറ്റി വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്